അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ മറന്നേ. കുറേ ദിവസമായാലും നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ദിവസം ഒന്ന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടേ എക്സാമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പോട്ട് ഇന്നത്തെ ചാനൽ വെച്ച് വെറൈറ്റി ചാനലാണ്. അപ്പം ഇതെൻ്റെ ബാഗാണ്, നല്ല ഷട്ടല്ലോ. ഇതെൻ്റെ ബാഗാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2024 ഞാൻ ഒരു കുറച്ച് ആക്രിങ് സാധനം എന്ന് വെച്ചാൽ എൻ്റെ പ്ലേ സാധനങ്ങൾ, അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ അകത്ത് അടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കളിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്, പക്ഷെ എനിക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എക്സാം അല്ല, സ്കൂളൊക്കെ തുറന്നുകൊണ്ടേ ഒന്നും കളിക്കാനൊന്നും പറ്റിയില്ല. എക്സാം കഴിഞ്ഞ മാസമായിരുന്നു, സോറി ക്ഷമിക്കണം. കഴിഞ്ഞ മാസമൊക്കെ ഇത് അവിടെ കിടക്കുന്നതിനെ കണ്ടു, എന്നുവെച്ചാൽ എൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നതിനെ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ ലീവായതുകൊണ്ട് ഞാൻ കരുതി ഇതൊന്നും നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാഗ്. എനിക്ക് 2 ബാഗുണ്ട് കേട്ടോ, എനിക്ക് കവറും കൂടെ ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ഡ്രോ തന്നെ, ഇത് ചേച്ചിയുടെ ബാഗാണ്, അതുകൊണ്ട് അതിന് ഇത്തിരി ആക്രിയാത്തിരിക്കുന്നത്. ഇത് കഴുകിയിട്ടുണ്ട്, ഇത് കഴുകിയിട്ടൊക്കെ ഉണ്ട്. സത്യമായിട്ടും എൻ്റെ ചേച്ചിയുടെ ബാഗാണിത്. അപ്പം ഇതാണ് നമ്മൾ ഇത് ഫസ്റ്റ് ടൈം പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ ചേച്ചി. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ആക്രിയാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡ്രോയിൽ വരുന്ന സാധനങ്ങൾ. ഇതാണ് ഒരു സ്വിച്ച് ബോർഡാണ്, നാമത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചത്. ഇതെവിടെ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ പറക്കി കുത്തിക്കച്ച് വെച്ചതാണ് ഗേസ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നീട് വരുന്നത് ഈ ഡ്രോയിൽ കുഞ്ഞ് സിബുണ്ട്. ആ സിബിന് ഇപ്പോഴാണ് തുറന്നതൊന്ന്. ഫസ്റ്റ് ഇതിൻ്റെ മിനിക്ക് പേപ്പറാണ്. ഇത് ഞാൻ മുമ്പ് ഒരു സമയത്ത് എടുത്ത് വെറുതെ കിടന്നപ്പെടുത്ത് കുത്തിക്കച്ചിട്ടതാണ്. അതുകൊണ്ട് പിന്നെ എന്തുവാ, ഇത് ടെൻറ്റിനൊക്കെ പോകാൻ വേണ്ടി ആക്രി ഷോളൊന്നുമില്ല, ഒരു സാരിയുടെ ചെറിയ ഹാഫ് പീസ് കാണാമല്ലോ നിങ്ങൾക്ക്. അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ. പിന്നീട് ഇത്രയും സാധനങ്ങളാണ്. ഇത് പേന, ഇങ്ക് തീർന്നെന്നാണ് തോന്നുന്നത്. ഇത് ഇങ്ക് തീർന്ന പേനയാണ് ഗൈസ്, ചേച്ചിക്ക് വേണ്ടാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ്. പിന്നെ ഒരു കണ്ണാടിയാണ്. ഇത് നിങ്ങളെൻ്റെ മൂവിയിൽ കാണാമല്ലോ. ഹലോ ഗൈസ്, ഇതൊരു കണ്ണാടിയാണ്. പിന്നെ വേറൊരു കുഞ്ഞാറ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്, ക്യാമറമാൻ ഞാൻ ഹെൽപ്പ് ചെയ്യൂ, തുറന്നാ. ക്യാമറമാനെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേറെ സാധനം അപ്പരിക്കും തുറന്നു തരും. അല്ല, അങ്ങനെയല്ല ഗൈസ്, നമ്മുടെ മുമ്പത്തെ ക്യാമറമാൻ ഇപ്പം എൻ്റെ കയ്യിലാണ് ക്യാമറ ഇരിക്കുന്നത്. പിന്നെ ഇതെന്തുവാ, സ്റ്റാർ പ്ലെയറിൻ്റെ എന്തോ കുന്തറാണ്. അത് പിന്നെ വയ്ക്കൂലേ, ആ സാധനം തന്നെയാണ്. നമ്മളൊക്കെ എക്സാം കഴിഞ്ഞ് സുഖിച്ചിരിക്കുമ്പോൾ പാവായിരുന്നു എക്സാമാണ്. ഇത് പേന വയ്ക്കുന്നത് ഒരു സാധനമാണ്. ചേച്ചി ഞാൻ വിലക്കിട്ടതാണ്. ഞാൻ ചേച്ചി വന്ന് ചേച്ചിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്ന് തന്നതാണ്. എവിടെയും ഒട്ടിച്ച് വയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒരു ഉപഹാരം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. പിന്നെയാണ് ഇതിൽ മെയിൻ സാധനങ്ങൾ. ഒരു പെട്ടി, ഒരു കുഞ്ഞു പെട്ടി. ഇതിനകത്ത് പെട്ടി മാത്രമല്ല, ഇതിനകത്ത് അകത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഈ സാധനം, ഇതെന്താണ് മനസ്സിലായില്ലല്ലോ. ഇതിങ്ങനെ വെക്കുള്ളതാണ്. ഈ ഇടയ്ക്ക് സ്കൂബി ബാഗിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ അത് പോകുന്നല്ലോ. ഇത് വെച്ച് ഞാൻ പിന്നെ വീഡിയോ ലാസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഫാൻ, ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ എന്തുവാ, ഒരു ഊത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു സാധനം ഞാൻ എനിക്ക് ഊതി കാണിച്ചു തരാം. ഇങ്ങനെ രാത്രി സമയമായതുകൊണ്ട് അമ്മയുടെ നല്ല തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്പ്രിങ് എൻ്റെ പൂച്ചക്കുട്ടി സാറ് മൊത്തം പിച്ചിക്കളഞ്ഞ് 4 പീസാക്കിയിട്ടുണ്ട്. അപ്പം ഈ അറയിൽ ഇത്ര സാധനങ്ങൾ ഇനിയുണ്ട് ഗൈസ്. ആകെ 2 അറയാണ് ഇതിലുള്ളത്. എൻ്റെ എന്തുവാ, മാഗസീനാണ്. 2 വർഷത്തെ മാഗസീനാണ് കോട്ടൺ ഹില്ലിലെ.
ഇത് 2022 ഞാൻ 3ാം ക്ലാസ് പഠിച്ചപ്പോൾ മാഗസീനാണിത്. പിക്ചറൊക്കെ കൊള്ളാം. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയ്ക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിത്. പിന്നെ 2023 4ാം ക്ലാസ്സിലെ മാഗസീനാണിത്. പിക്ചർ കൊള്ളാം ഗൈസ്. അപ്പോൾ ഈ 2 മാഗസീനാണ്. അപ്പോൾ ഈ വർഷം വന്നതെന്ന് വെച്ചാൽ ഞാൻ 5ാം ക്ലാസ്സിൽ സ്കൂൾ മാറിയല്ലോ. അപ്പോൾ ഈ വർഷം വന്ന മാഗസീനിൽ എൻ്റെ ബന്ധുവിൽ ഒരാൾ പറഞ്ഞു എൻ്റെ ഏതോ കടങ്കഥ എന്തോ വന്നിട്ടുണ്ടെന്ന്. അതെനിക്കറിയില്ല. പിന്നെ ഡ്രോയിങ് അത് ഏതെങ്കിലും വീഡിയോ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നീട് ഇത്രയേ ഉള്ളു ഗായ്സ്. പിന്നെ ഒരു കുഞ്ഞു ബുക്കുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തന്നെ പറയാം. അതിലൊക്കെ ആക്രങ്ങൾ എഴുതി വയ്ക്കും. ഇത്രയാണുള്ളത്. പക്ഷെ ഇനിയും സാധനങ്ങൾ നമ്മുടെ ചില സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ചീപ്പ് ആവശ്യത്തിൽ നോക്കിയാൽ കാണാതെ ചീപ്പ്. പിന്നെ എൻ്റെ നീമ ചേച്ചിയുടെ സ്വന്തം ID കാർഡിന് അഡ്രസ്സ് കാണിച്ചു തരുന്നില്ല. ഇതെവിടെ നിന്നോ കിട്ടി. എൻ്റെ ഇതിനെ വെറുതെ എടുത്ത് വെച്ചതല്ല. ബാക്കിലൊരു കുഞ്ഞു സാധനമുണ്ട്. ന്യൂസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ വായിച്ചിട്ട് പോലുമില്ല. ഒരു രസത്തിന് വെറുതെ ഒട്ടിച്ച് വെച്ചു. ആ സൈഡിലുണ്ട് ഗൈസ് നമ്മുടെ എൻ്റെ ID കാർഡ്. എൻ്റെ ID കാർഡ് മമ്മ ഒരിക്കലും കാണിച്ചു തരില്ല. എൻ്റെ ബാക്കിലുള്ള സാധനം മാത്രമേ ഞാൻ കാണിച്ചു തരും. ഇതാണ് പിക്ചർ. ഞാൻ വരച്ചതല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരി വരച്ചെടുത്തതാണ്. പിന്നെ ഇത്രയാണ് നമ്മുടെ ഇതിലുള്ളത്, ഈ ബാഗിലുള്ളത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു 2 ബാഗുണ്ടെന്ന്. ഈ ബാഗിൽ ഒരു സഞ്ചിയായിട്ടാണ് പറയുന്നത്. സഞ്ചി മീൻസ് ഒരു തുണി കവർ അല്ലേ. ആദ്യമേ ഇത്തിരി ഗ്യാപ്പ് വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ കീബോർഡ്. അയ്യോ തലൂത്തനാണ് വെച്ചത്. സോറി പ്ലീസ്. തലൂത്തന്നെ വെച്ചത് കീബോർഡ്. പിന്നെ ഇത് മൊത്തം പൊടി അടിച്ചിരിക്കുകയാണ്. അത് വൃത്തിയാക്കല്ല. യൂസ് ചെയ്യണ കീബോർഡ് പോലും ഞാൻ വൃത്തിയാക്കാറില്ല. പിന്നെ ഒരു ഇതാണ്. അത് പടങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ സാധനമുണ്ട്. അമ്മൂമ്മയുടെ സ്കാനിങ്. നിങ്ങൾ സഹായിച്ചിന് സാധനങ്ങൾ കാര്യങ്ങളില്ല. അമ്മൂമ്മയുടെ അമ്മ കളയാൻ വെച്ചത്. അപ്പം അല്ല ആവശ്യം വരുമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ് ഇതൊക്കെ. പിന്നെ ഒരു ക്ലോക്ക്, പൊട്ടിയ ക്ലോക്ക്, ചീത്തയായ ക്ലോക്ക്. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എടുത്തു കൊണ്ട് വന്നു. എനിക്ക് ഈ കുട്ടീനെ ഇപ്പം എന്താ ഇഷ്ടപ്പെട്ടു. ഈ കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ട് പിന്നെ ഒരു കലണ്ടറാണ് നമുക്ക് വരുന്നത്. 2024 ഞാൻ ഈ 2024 ഞാൻ പകുതി ആയപ്പോഴേ എടുത്ത് കൊടുത്തു. ഒക്ടോബർ എന്തോ ആയപ്പോൾ. പിന്നെ നമ്മൾ സ്വന്തം പപ്പടി എനിക്കതിവിടെ പന്നിമുട്ടായാണ്. പന്നിമുട്ടായിലെ ഒരു സാധനം സ്പൂൺ ഉൾപ്പെടെ ഉണ്ട്. കരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാ. ഇതെല്ലാം ആവശ്യം വരും. ഇത്രയാണ് നമ്മുടെ 2 ബാഗിലായിട്ടുള്ളത്. ഇപ്പം നമ്മൾ എൻ്റെ ബെഡ്റൂം നോക്കിയാൽ ഫുൾ ആക്രി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാൽ എൻ്റെ അമ്മ കണ്ടാൽ അടിച്ചു ഓട്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയുമായി ഈ കണ്ണൂസ് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.